ചുഴൽമല ദുരന്ത ബാധിതർക്കായി കോൺഗ്രസ് വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ട് 125 ദിവസങ്ങൾ പിന്നിട്ടു. 1-2 കേട്ടോ, 125 ദിവസങ്ങൾ. മേപ്പാടി കുന്നമ്പറ്റയിലെ 5.5 ഏക്കർ ഭൂമിയിൽ ഒരു കിണർ കുഴിക്കാൻ മാത്രമാണ് ഇതേവരെ കോൺഗ്രസിന് കഴിഞ്ഞത്. എങ്ങനെയുണ്ട്? ആ കിണർ തന്നെ പരിപൂർണമായിട്ടില്ല. ഇതുവരെ നോക്കുകയാണെങ്കിൽ 125 ദിവസം കോൺഗ്രസ്സുകാർ അവർക്ക് 100 പേർക്ക് കെട്ടിക്കൊടുക്കാമെന്ന് പറഞ്ഞ വീടിന്റെ ഒരു വർക്കും ഇതുവരെയും തുടങ്ങിയിട്ടില്ല. ഇനി സംഗതി അവിടെ കിടക്കട്ടെ. ഇതിനെക്കുറിച്ചൊക്കെ ഇവരോട് ചോദിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ ഇന്നലെ കണ്ടൊരു കാഴ്ച എനിക്ക് ഭയങ്കര അത്ഭുതമായി തോന്നി. കാരണം കെ രാജനായിരുന്നു അന്നത്തെ റവന്യൂ മിനിസ്റ്റർ. കെ രാജൻ ഈ ദുരിതം ഉണ്ടായ സമയം മുതൽ അവസാനം വരെ അവിടെ ഉണ്ടായിരുന്ന ആ ജനങ്ങളെ മുഴുവൻ പേരെടുത്ത് വിളിക്കാൻ മാത്രം പരിചയമുണ്ട് ഇപ്പോൾ കെ രാജൻ. അവിടുത്തെ ആളുകളെ അത്രയ്ക്കധികം അവിടുത്തെ ആളുകളോട് ചേർന്ന് നിൽക്കുന്ന ഒരാളായിട്ട് കെ രാജൻ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസമാണ് അവിടെ 3 കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട, അച്ഛനെയും അമ്മയും 3 കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട 2 പേര് അവർ ആ വീട്ടിലേക്ക് കയറി താമസിക്കുകയാണ്. ആ കയറി താമസിക്കുമ്പോൾ കെ രാജനും പോയിരുന്നു. ആ പോയ സമയത്ത് കെ രാജനോട് അവിടെയുള്ള ഏതോ ഒരു സ്ത്രീ ഓടി വന്നിട്ട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ആ പാവം സ്ത്രീ വിചാരിച്ചത് ഇപ്പോഴും കെ രാജനൊക്കെ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതെന്നാണ്. അല്ല എന്ന് ആ സ്ത്രീക്ക് അറിയില്ലല്ലോ. ഭരണം മാറിയതൊന്നും ആ സ്ത്രീ ആലോചിക്കുന്നില്ല. തങ്ങളെ സഹായിക്കുക കെ രാജനെ പോലെയുള്ള CPMകാരാണ് എന്ന ബോധ്യത്തിന്റെ പുറത്താണ് ആ പാവം സ്ത്രീ ഓടി വന്നിട്ട് പറയുന്നത് ഞങ്ങളെ കൂടി ഉൾപ്പെടുത്തുമോ. കെ രാജന്റെ നിസ്സഹായമായിട്ടുള്ള ഒരു മറുപടി ഉണ്ട്. സങ്കടം തോന്നിപ്പോകും. ഒന്ന് കണ്ടുനോക്കൂ. ഇഷ്ടപ്പെടുത്തണം എന്ന് ക്യാബിനറ്റ് നോട്ട് തന്നെ തയ്യാറാക്കി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴേക്കും ഗവൺമെന്റ് ബുദ്ധിമുട്ടാവോ? ക്യാബിനറ്റ് നോട്ട് നമ്മൾ തയ്യാറാക്കി അവരെന്താ പറയുന്നതെന്ന് മനസ്സിലായോ? ആ അന്തിമ ലിസ്റ്റ് മുഴുവനായിട്ട് വന്നോ, ഞങ്ങളെ കൂടി ഒന്ന് ഉൾപ്പെടുത്താമോ എന്നാണ് ഇദ്ദേഹത്തോട് പറയുന്നത്. അപ്പോ അന്തിമ ലിസ്റ്റ് വന്നിട്ടില്ലല്ലോ സാർ, ഭരണം മാറിയില്ലേ, ഇനി എന്ത് ചെയ്യാൻ കഴിയും? ടൗൺഷിപ്പിലെത്തിയ റവന്യൂ മന്ത്രി, പഴയ റവന്യൂ മന്ത്രിയോട് കെ രാജനോട് പരാതി പറയാൻ ഓടി വെച്ചിരിക്കുകയാണ്. ദുരന്തബാധിതയുടെ ഒരു വാക്കുകളാണ്. അതായത് ദുരന്തബാധിതരായിട്ടുള്ള ആളുകൾക്ക് ഇപ്പോഴും കെ രാജനാണ് അവരുടെ പരാതി കേട്ടിരിക്കാൻ പറ്റാവുന്ന, അവരെ പരിഭവങ്ങളൊക്കെ കേട്ടിരിക്കാൻ പറ്റാവുന്ന ഒരാളായിട്ട് ആ ദുരന്തബാധിതർ ഇപ്പോഴും കരുതുന്നത് കെ രാജനെ പോലുള്ള CPMകാരെയാണ്. അവരിപ്പോഴും അന്തിമ ലിസ്റ്റ് വന്നു എന്ന് ചോദിച്ചുകൊണ്ട് ടി സിദ്ദിഖിനോടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോൺഗ്രസ് മന്ത്രിയോടോ പോയി ചോദിക്കുന്നില്ല. കാരണം ഒന്നുകിൽ അവർക്ക് പ്രതീക്ഷയില്ല എന്നുള്ളതാണ്, അല്ലേ? അല്ലെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊന്നും ചെയ്യില്ല, അല്ലെങ്കിൽ അവർ കേൾക്കാൻ പോലും ചിലപ്പോൾ നിൽക്കുന്നുണ്ടായിരിക്കില്ല. അല്ലെങ്കിൽ ഈ ചാനലുകളിൽ ഗിമ്മിക്സ് കളിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ നാടകം കളിക്കാൻ വേണ്ടി മാത്രം വരുന്നവരാണ് അവർ എന്ന് ഒരു പക്ഷേ ഈ സ്ത്രീ അടക്കമുള്ള ആളുകൾ കരുതിയിട്ടുണ്ടായിരിക്കണം. അതിന്റെ ഭാഗമായിട്ടാണല്ലോ അവരോടൊന്നും പോയി പറയാത്തെ. നോക്കൂ, ഈ നോക്കി അവർക്ക് ഇത് നടപ്പിലാവില്ല. കാരണം കെ രാജനൊന്നും ചിലപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല. അദ്ദേഹം മന്ത്രി ആയിരുന്നെങ്കിൽ ഒരു പക്ഷെ അന്തിമ ലിസ്റ്റിൽ അവരൊക്കെ ഉൾപ്പെടുത്തിയേനെ. പക്ഷെ ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്തിനേറെ ആ പണി, ആ ഒരു ഗവൺമെന്റ് കെട്ടിക്കൊടുക്കുന്ന ആ വീടിന്റെ പണി പോലും തുടർന്ന് കൊണ്ടുപോകാൻ ഈ ഗവൺമെന്റ് ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. എന്തൊരു ദുരന്താവസ്ഥയാണ്, എന്തൊരു സങ്കടാവസ്ഥയാണ്. നിങ്ങൾ എന്ത് പൂക്കിച്ചിരി ഉണ്ടെന്നാ പറയുന്നത്? ഈ ആളുകളൊക്കെ എന്ത് പൂക്കിച്ചിരി ഉണ്ടെന്നാ പറയുന്നത്? എന്ത് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്നാ പറയുന്നത്? അറ്റ്ലീസ്റ്റ് ആ വയനാടുകാർക്ക് കെട്ടിക്കൊടുക്കാമെന്ന് പറയുകയും വീട് കെട്ടിക്കൊടുക്കാൻ വേണ്ടി പണി തുടങ്ങുകയും ചെയ്തതാണ് നമ്മുടെ പിണറായി വിജയൻ ഗവൺമെന്റ്. ആ വർക്കെങ്കിലും ഒരു തട്ടലും മുട്ടലുമില്ലാതെ നിലവിലുള്ള ആളുകൾ തന്നെ മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്ന് തീരുമാനിച്ച് അതിനുള്ള ശ്രമമെങ്കിലും നടത്താനും വേണ്ടിയിട്ട് VD സതീശൻ മേനോൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ കൈയടിക്കാം. ഞാൻ എൻ്റെ വീഡിയോയിൽ അദ്ദേഹത്തെ അഭിനന്ദിച്ച് ഞാൻ വീഡിയോ ചെയ്യും, ഒരു സംശയവുമില്ല. ഞാൻ അദ്ദേഹത്തിന്റെ പല നിലപാടുകളെ എതിർത്തുണ്ട്. പക്ഷേ ആ വയനാട്ടുകാർക്ക് ഇപ്പോൾ ഗവൺമെന്റ് കെട്ടിക്കൊടുക്കുന്ന ടൗൺ പ്ലാൻ അത് ഇതിനേക്കാൾ ഗംഭീരമായിട്ട് സമയബന്ധിതമായി തീർക്കുമെന്ന് VD സതീശൻ മേനോൻ വയനാട് വന്നിട്ടോ അല്ലെങ്കിൽ ഇപ്പൊ നിയമസഭയിലോ വെച്ചൊന്ന് പറയുകയും ഇപ്പൊ അവിടെ നിന്ന് കുറെ ആളുകളെ പിൻവലിച്ചിട്ടുണ്ട്, കുറെ ഉദ്യോഗസ്ഥന്മാരെ. ആ ഉദ്യോഗസ്ഥന്മാരില്ലാതെ അവിടെ വർക്ക് മുന്നോട്ട് പോവില്ല. ആ ഉദ്യോഗസ്ഥന്മാർ തിരിച്ച് അവിടേക്ക് തന്നെ നിയമിക്കുകയും അവിടെ വർക്ക് വീണ്ടും പഴയതുപോലെ പുനരാരംഭിക്കുകയും ദ്രുതഗതിയിൽ ആരംഭിക്കുകയും അത് വളരെ പെട്ടെന്ന് തന്നെ പണിയെടുത്ത് ബാക്കിയുള്ള ആളുകൾക്ക് കൂടി അവിടെ
വീട് കൊടുക്കുകയും ചെയ്യുന്ന ഒരു പ്രവൃത്തി തുടരുകയാണെങ്കിൽ സത്യം ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിച്ച് വീഡിയോ ചെയ്യുക തന്നെ ചെയ്യും 100%. പക്ഷേ ഇപ്പൊ അതിനൊന്നും ഒരു പാങ്ങുമില്ല എന്നുള്ളതാണ്. നമ്മളതില് പലപടിയും പടപെടും വരാൻ വേണ്ടിയിട്ടുള്ള ക്യാബിനറ്റ് തയ്യാറാക്കി 16-ാം തീയതി മോട്ടിവേഷൻ അത് വന്നു 17-ാം തീയതി ഇനി അത് നടക്കുന്നതിന് മുമ്പ് ഇന്ത്യയിലെ തന്നെ കോൺഗ്രസിന്റെ കണ്ടില്ലേ, കൃത്യമായിട്ട് പറയുന്നുണ്ട് ആ സ്ത്രീ. എങ്ങനെയെങ്കിലും ഒന്ന് സാറും ശ്രമിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ പെരുവഴിയിൽ നിൽക്കേണ്ടി വരുന്ന പറയുന്നത്. ഇങ്ങനെ ദുരിത സങ്കടവുമായി നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. അറ്റ്ലീസ്റ്റ് തുടങ്ങി വെച്ചൊരു വർക്കെങ്കിലും പൂർത്തീകരിക്കാൻ ഇവര് ശ്രമം നടത്തണ്ടേ. കോൺഗ്രസ്സുകാർ കൊടുക്കാമെന്ന് പറഞ്ഞ വീട് അവർ കൊടുക്കില്ല. അതിപ്പോൾ നമുക്ക് എല്ലാവർക്കും ബോധ്യമായി, നാട്ടുകാർക്ക് മുഴുവൻ ബോധ്യമായി, ചാനലുകൾക്കും ബോധ്യമായി. ചോദിക്കുന്ന ആളുകൾക്കെങ്കിലും ഒരു അല്പം ഉളുപ്പും നാണവും വേണ്ടേ എന്നുള്ളതുകൊണ്ട് ഇപ്പൊ പല ആൾക്കാരും ചോദിക്കുന്നില്ല. അതാണ് യാഥാർത്ഥ്യം. ചോദ്യചിഹ്നമായിട്ട് അവശേഷിക്കുകയാണ്. അത് വളരെ ഗൗരവപ്പെട്ട പ്രശ്നമായിട്ട് അവർ തന്നെ കാണുന്നത്. ഇതിനെക്കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ കോൺഗ്രസ് തന്നെ ബോധ്യപ്പെടുന്നത്. 125 ദിവസം മുമ്പ് കോൺഗ്രസ് ഞാൻ ഇതിനെക്കുറിച്ച് ഇന്നലെ വീഡിയോ ചെയ്തായിരുന്നു. പക്ഷേ ഇതെന്താ അവസ്ഥ? എന്താണ് തുടരാത്ത? എന്തുകൊണ്ടാണ് എനിക്ക് മനസ്സിലാവാത്തത്? അറ്റ്ലീസ്റ്റ് ആ വയനാടുള്ള ആളുകളെങ്കിലും ഈ പണി ദ്രുതഗതിയിൽ തീർക്കാൻ വേണ്ടിയിട്ടുള്ള സമരത്തിനെങ്കിലും ഇറങ്ങണ്ടേ. സമരം ചെയ്യാൻ പോലും നിങ്ങൾ മറന്നുപോയോ? എനിക്ക് മനസ്സിലാവുന്നില്ല.